ആമേൻ. കർത്താവ് പ്രാർത്ഥന കൊണ്ടുകൊണ്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എത്തിച്ചേർന്ന ഹല്ലേലൂയ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവസഭയായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്വാഗതം ചെയ്യും. ശുശ്രൂഷയ്ക്കായി ഇന്ന് രാവിലത്തെ ശുശ്രൂഷയ്ക്കായും അതുപോലെ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്കായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ അയച്ചത് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വളരെയധികം അധ്വാനിക്കുന്ന ദൈവഭൃത്യൻ രജീഷ് പാസ്റ്റർ AG പ്രസ്ഥാനത്തിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ കാട്ടാക്കട അവിടെ പ്രസ്ബിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ഭൃത്യനെ ഈ ശുശ്രൂഷയ്ക്കായി ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ദൈവം ഇന്ന് രാവിലെ ശക്തമായി വളരെ ആധികാരികമായി ദൈവസഭയുടെ അവസ്ഥകളെ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് ശക്തമായ ദൈവത്തിൻ്റെ ദൂതുകൾ തരുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രിയും തൻ്റെ ഭക്തനെ ദൈവം ശക്തമായി കരകളിൽ ഉപയോഗിക്കുവാൻ കർത്താവെ അവിടെ നിന്ന് സഹായിക്കണമേ അല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതുപോലെ ലുദിയുടെ ഹൃദയം തുറന്നവനായ ദൈവം വചനം കേട്ടതിന് ലുദിയുടെ ഹൃദയം തുറന്ന ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആമേൻ കൃപ നമ്മുടെ മേലും പകരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യഹോവയായ ദൈവമേ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഭാവത്തോടും കൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും അവിടുത്തെ ദാസനിലൂടെ നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുശ്രൂഷ നിവർത്തിക്കാനായി കർത്താവിൻ്റെ വലിയ ദാസനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ ദൈവം എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനെ ഓർത്ത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇവിടുത്തെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പശ്ചിമ വർഗീസ് അവറുകൾ കുടുംബം, മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ജനം, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനത്തെ ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ നാം വായിച്ചു വെച്ച ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാമല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ഉം 20-ഉം വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദായിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ ദൈവം മുൻപാകെ വണക്കി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മോട് ഇടപെട്ട ദൈവം ഈ രാത്രിയിൽ നമ്മോട് ഇടപെടേണ്ടതിന്, പരിശുദ്ധാത്മാവാഴമായി നമ്മോട് സംസാരിക്കേണ്ടതിന്, ഒരു ദൈവ ശബ്ദം നമ്മുടെ മേൽ സ്വർഗം കൽപ്പിക്കേണ്ടതിന് എല്ലാ തരങ്ങളും തുറന്ന്, എല്ലാ തരങ്ങളും തുറന്ന് ഓ റബലബ ശംദരാദര അസ്തൽ പ്രൗഢമനഘടകരക്ഷരാതുര കർത്താവേ എന്നോട് സംസാരിക്കണമേ, അവിടെ നിന്ന് എന്നോട് ഇടപെടണമേ. ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, ദൈവസഭയോട് അവിടെ നിന്ന് സംസാരിക്കണമേ എന്ന് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അഖിലാണ്ടത്തിൻ്റെ ദൈവമേ, ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കൊടുങ്കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേൽ കൊടുങ്കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാ. ആഹാ ഇൻപം ഇൻപം ഇൻപമീൻ എന്നും ഇൻപമേ എൻ ജീവിതത്തിൻ നൗകയിൽ. ആഹാ ഇൻപം ഇൻപം ഇൻപമീൻ എന്നും ഇൻപമേ എൻ ജീവിതത്തിൻ നൗകയിൽ. താൻ വന്ന നാൾ മുതൽ പോകൂ നിങ്ങൾ മാറുകരയിൽ എന്നു മോദമായി അരുളിയവൻ
പോകൂ നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ. മറന്നീടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനി മറന്നീടിലും. മറന്നീടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനി മറന്നീടിലും. ആഹാ ഇൻപാമിൻപാമിൻപാമീനി എൻ ജീവിതത്തിൻ. ആഹാ ഇൻപാമിൻപാമിൻപാമീൻ എന്നും ഇൻപാമേ എൻ ജീവിതത്തിൻ. ആഹാ ഇൻപാമിൻപാമിൻപാമീനി. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. 2-3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് നരളിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കൊന്ന് അനുഭവിക്കുവാൻ, അപ്പൻ്റെ കൃപ ഞങ്ങൾക്കൊന്ന് അനുഭവിക്കുവാൻ പിന്നെ ഇന്ന് രാത്രി അവിടുന്ന് സഹായിക്കണമേ. വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ന് രാത്രി ഉയർന്നു വരുന്ന സകല ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവയെ ശാസിച്ച് പുറത്താക്കുകയാണ്. അപ്പന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ മേൽ വിടുതൽ, ദൈവസഭയുടെ മേൽ വിടുതൽ, അഭിഷക്തന്മാരുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി, സകല തലമുറകളുടെ മേൽ ഒരു ആത്മീക ചലനം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവേ അവിടെ നിങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ അവിടുത്തെ വക, ജനം അവിടുത്തെ വക, അവിടെ നിന്ന് ഞങ്ങളോട് ഒരുമിച്ച് ഇടപെടുന്നതിനായി സ്തോത്രം. ആദിയോടന്തം തിരുസാന്നിധ്യം പകർന്നാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. രാവിലെ പകൽ നാം ചിന്തിച്ച് നിർത്തുവാൻ ഇടയായി തീർന്നല്ലോ. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദായിൽ പാളയം ഇറങ്ങി ലേഖയിലെല്ലാം പരന്നു. 20-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ പാളയം ഇറങ്ങി അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. പാളയം ഇറങ്ങിയവരുടെ നടുവിൽ 20 സംവത്സരം കൂടെ ന്യായപാലനം ചെയ്യത്തക്കവണ്ണം ശത്രു നോക്കി നിൽക്കവേ തൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തി. ആമേൻ. എവിടെയാണോ നിലനിർത്തത്തില്ലെന്ന് ശത്രു വാദിക്കുന്നത്, എവിടെയാണോ നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുന്നത്, അതിൻ്റെ നടുവിൽ നമ്മെ ഉറപ്പിക്കുന്നൊരു സ്വർഗം ഇതിൻ്റെ മധ്യത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. നിലനിൽക്കാതെ വണ്ണം, നിലനിൽപ്പില്ലാതെ വണ്ണം ശത്രു നമ്മെ ഓടിക്കാൻ പദ്ധതിയിടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ നിലനിർത്തുന്ന ദൈവകരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരേണ്ടതിനായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം ചിന്തിച്ച് എന്തുകൊണ്ട് ഫെലിസ്ത്യർ പാളയം ഇറങ്ങി? 2 കാര്യങ്ങൾക്ക് കൂടെ വേഗത്തിൽ മറുപടി പറഞ്ഞ് ഇരിപ്പാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1, എന്തുകൊണ്ട് ഫെലിസ്ത്യർ പാളയം ഇറങ്ങി? പകൽ നമ്മൾ ചിന്തിച്ചു. 2, എന്തിനു വേണ്ടി അവർ പാളയം ഇറങ്ങി? 3, ആമേൻ. ഫെലിസ്ത്യർ പാളയം ഇറങ്ങിയെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ആ 2 കാര്യങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് ഈ രാത്രി പ്രാർത്ഥിച്ചിരിപ്പാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 9-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ച് നിർത്തിയല്ലോ. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദായിൽ പാളയം ഇറങ്ങി ലേഖയിലെല്ലാം പരന്നു. ഒരു ദൈവവൈതലിനെതിരെ ശത്രു പാളയം ഇറങ്ങിയതേ ഉള്ളൂ, പക്ഷെ ലേഖയിലെല്ലാം പരന്നു. സ്തോത്രം. നമ്മുടെ ആത്മീക ഗോളത്തിൽ ആമേൻ ഒത്തിരി ഒന്നും പറയണ്ട, ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അത് എത്തേണ്ട സമയത്തിന് മുൻപേ എത്തും. അതാണ് സംഭവം. ശ്രദ്ധിച്ചേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ? ശിംശോനെതിരെ ശത്രു പാളയം ഇറങ്ങി, അത് ലേഖയിലെല്ലാം ശ്രുതി പരന്നു. സ്തോത്രം. ആമേൻ. എന്തിനാ അവർ പാളയം ഇറങ്ങിയത്? 10-ാം വാക്യം മുതൽ ഒന്ന് താഴോട്ട് വായിക്കാമോ? നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്തോ എന്ന് യഹൂദിയർ ചോദിച്ചു. ചില ഒരു കൂട്ടം ആളുകൾ ഫെലിസ്ത്യർ വന്ന് പ്രതീക്ഷയില്ലാതെ അപ്രതീക്ഷിതമായി പാളയമിറങ്ങിയപ്പോൾ ഭയപ്പെട്ടേച്ച് ഫെലിസ്ത്യരുടെ അടുക്കൽ ചെന്ന് യഹൂദായിലുള്ള ജനം ചെന്ന് ചോദിക്കുകയാണ്, ഒരു
മുന്നറിയിപ്പില്ലാതെ, ഞങ്ങൾ ആരും അറിയ ഒരു പ്രശ്നമില്ലാതെ നിങ്ങളിപ്പോൾ എന്തിനാ ഞങ്ങൾക്ക് നേരെ ഒന്ന് പാളയമിറങ്ങിയത് എന്ന് ബലിസ്ത്യർ ചെന്ന് ചോദിക്കുകയാണ്. യഹൂദായിലുള്ള ആളുകൾ ചെന്ന് ബലിസ്ത്യരോട് ചോദിക്കുകയാണ്. വായിച്ചേ. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ വായിച്ച് നിങ്ങൾ കേട്ടില്ലേ? സ്തോത്രം. എന്തിനാ വന്നിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവർ പറഞ്ഞു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ അവനോട് ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ. ഫെലിസ്ത്യർ വന്ന് പാളയമിറങ്ങിയിരിക്കുന്നത് ശിംശോനെ കണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് പോകാനല്ല. അവർ വന്ന് പാളയമിറങ്ങിയത് അവരോട് ചെയ്തതുപോലെ അവനോട് പ്രതികാരം ചെയ്യാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ശത്രു എനിക്കെതിരെ, നിങ്ങൾക്കെതിരെ പാളയമിറങ്ങിയിരിക്കുന്നത് അവൻ വന്ന് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പോകാനല്ല. ഇന്നലകളിൽ നമ്മുടെ ആരാധനയിൽ, ഇന്നലകളിൽ നമ്മുടെ കയ്യടി നിമിത്തം, ഇന്നലകളിൽ നമ്മുടെ ശുശ്രൂഷ നിമിത്തം അവൻ എന്തെല്ലാം നഷ്ടം ഞാൻ നിമിത്തം, നിങ്ങൾ നിമിത്തം വന്നിട്ടുണ്ടോ, എന്തെല്ലാം പരാജയങ്ങൾ അവന് സംഭവിച്ചിട്ടുണ്ടോ, എന്തെല്ലാം വേദനകൾ അവന് സംഭവിച്ചിട്ടുണ്ടോ, അതേപോലെ തിരിച്ചൊന്ന് പ്രതികരിക്കാനാണ് ഈ രാത്രി ശത്രു പാളയമിറങ്ങിയിരിക്കുന്നത് എന്ന് ദൈവസഭ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി മൗനത പാലിച്ചാൽ പറ്റത്തില്ല. ആത്മാവിന്റെ ശക്തിയോടും അഭിഷേകത്തിന്റെ നിറവോടും ദൈവ കൃപയോടും കൂടെ ഈ അന്ത്യകാലത്ത് യെരൂശലേം പുത്രിയെ, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. അത് അഴിച്ചു കളഞ്ഞിട്ട് ഒന്ന് പൊടി കുടഞ്ഞു കളഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് ആത്മാവിൽ ഉണരുവാൻ. യെസ് യെസ്. ഉടവരവ ശംധരാധര റിബാന ഹസ്തൽ പ്രൗഢമന അർത്ഥൽ ഖമന ഘടകരകസി. അവൻ ഞങ്ങളോട് ചെയ്തതുപോലെ അവർക്ക് വന്ന നഷ്ടം, ആമേൻ സ്തോത്രം, എത്രയോ വലുതാണല്ലേ. അവർ കേട്ടിരിക്കുന്ന പ്രകരം പരാജയം എത്രയോ വലുതാണല്ലേ. അവർക്ക് പറയാനുള്ളത്, അവൻ എങ്ങനെ ഞങ്ങളെ ഒതുക്കിയോ അതുപോലെ ഞങ്ങൾക്ക് അവനെ ഒതുക്കണം, അവനെ ഞങ്ങൾക്ക് പിടിച്ചു കെട്ടണം. എൻ്റെ ചോദ്യം ഇതാണ്, എത്രയോ ശിംശോൻ എന്ന പേരുള്ള വേറെയും ആളുകൾ ആ നാട്ടിലുള്ളപ്പോൾ ഇവനെ തന്നെ എന്റെ ലക്ഷ്യമിട്ടിറങ്ങിയത്? അവർക്ക് പറയാൻ ഒരു മറുപടി ഉണ്ട്. ഒരുപാട് ശിംശോന്മാർ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പാളയത്തിനകത്ത് കയറി ഒറ്റയ്ക്ക് പോരാടാൻ, ഒറ്റയ്ക്ക് കയറി വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഒറ്റയ്ക്ക് ഞങ്ങൾക്കെതിരെ തിരിയാൻ ഇത്രയും കരുത്തുള്ള ഒരുത്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം അവനെയാ. സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ മേൽ ചലിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവസഭ അവിടെ നിന്ന് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പിശാചിന് എല്ലാവരെയും വേണ്ട. സ്തോത്രം, ആമേൻ. എല്ലാ യോസഫുമാരെയും വേണ്ട. പിന്നെ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർക്കുന്നവനെയാണ് പിശാചിന് നോട്ടം. ഹല്ലേലൂയ. എല്ലാ ശീലാസുമാരെയും വേണ്ട. ബന്ധനം കൈമേലും കാൽമേലും കിടക്കുമ്പോഴും, ആമേൻ സ്തോത്രം, അത് വകവയ്ക്കാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനെയാണ് അവന് നോട്ടം. എല്ലാ പൗലോസുമാരെയും വേണ്ട. ആമേൻ സ്തോത്രം, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും, കാരാഗ്രഹത്തിനകത്താണ് കിടക്കുന്നതെന്ന് ബോധ്യമുള്ളപ്പോഴും കാരാഗ്രഹ പ്രമാണിയെ ഭയം കൂടാതെ ആരാധിക്കുന്നവനെയാണ് പിശാചിന് നോട്ടം.
ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെതിരെ, ആരാധിക്കുന്ന നിങ്ങൾക്കെതിരെ, ഉപവസിക്കുന്ന നിങ്ങൾക്കെതിരെ പാളയമിറങ്ങിയ ഫെലിസ്ത്യ ശക്തിയുടെ മേൽ ഒരു ജയം, ഒരു ജയം, ഒരു ജയം, ഒരു ജയം, ഒരു വിടുതൽ, ഒരു വിടുതൽ. ഹല്ലേലൂയ. അതിനർത്ഥം എല്ലാവരെയും വേണ്ട, എല്ലാവരെയും വേണ്ട. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ്. അതിന്റെ 1-ാം വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ പെട്ടെന്ന്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ മതി. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ കൈയടിക്കുന്നവരെ എന്നല്ല, അന്യഭാഷ പറയുന്ന എല്ലാവരെയും വേണ്ട, പ്രസംഗിക്കുന്ന എല്ലാ ഭാഷമാരെയും വേണ്ട, പ്രവചിക്കുന്ന എല്ലാ പ്രവാചകന്മാരും വേണ്ട, ഉണർവുണ്ടാക്കുന്ന എല്ലാ ഉണർവ് പ്രസംഗകരെയും വേണ്ട, ദശാംശം അധികം കൊടുക്കുന്ന എല്ലാവരെയും വേണ്ട, സഭയിൽ ചിലരെ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, എല്ലാവരെ പോലെ ഒരുവനല്ല, എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തനായി മാറാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരാമേൻ പറയാമോ? അവർക്ക് കല്ലേറുണ്ടാവും, അവർക്ക് വെല്ലുവിളി ഉണ്ടാകും, അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടാകും, അവർക്കെതിരെ പ്രതിസന്ധികളുണ്ടാകും, അവർക്കെതിരെ സ്തോത്രം ആരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. എങ്കിലും ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്ന പേരെനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ സഭയിൽ ചിലരെ, എല്ലാവരെയും ആർക്ക് വേണ്ട? പിശാചിന് വേണ്ട. സ്തോത്രം. എല്ലാവർക്കും എതിരെ പിശാച് പാളയം ഇറങ്ങുന്നില്ല. ആമേൻ. സ്തോത്രം. അവൻ ചിലരെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആരായി ചിലര്? പ്രതിസന്ധിയിൽ തളർന്നുപോയവരല്ല, പ്രതികൂലത്തിൽ തളർന്നുപോയവരല്ല, വെല്ലുവിളികളിൽ ഭയപ്പെട്ടു പോയവരല്ല. ശത്രു ചില പ്രതിസന്ധികൾ അഴിച്ചുവിട്ടപ്പോ അവൻ ഞാനിനി ആരാധനയ്ക്കില്ല, ഞാനിനി പള്ളി പോകത്തില്ല, ഞാൻ പാടാനും പ്രാർത്ഥിക്കാനുമില്ല എന്ന് പറഞ്ഞ് ആത്മീക വിഷയങ്ങൾക്ക് മുടക്കം വരുത്തിയവനെയല്ല. മുൻപിൽ പ്രതികൂലം കണ്ടിട്ടോ, മുൻപിൽ പ്രതിസന്ധി കണ്ടിട്ടോ, മുൻപിൽ തീച്ചൂള കണ്ടിട്ടോ, മുൻപിൽ സിംഹക്കുഴി കണ്ടിട്ടോ, മുൻപിൽ കാരാഗ്രഹം കണ്ടിട്ടോ, മുൻപിൽ ചങ്ങലയാലുള്ള ബന്ധനം കണ്ടിട്ടോ അതിനെ വകവയ്ക്കാതെ അവൻ ഉയർന്നു ഉന്നതത്തിൽ ഇരിക്കുന്നവനെ ആത്മാവിൽ കണ്ട് ആരാധിക്കുന്നവരാണ് ഈ ചിലർ. ഓ ശബരവനരഗദല അർത്ഥനാരഗദന ശംധരാധര. ഹല്ലേലൂയ. കൂട്ടത്തിൽ കയ്യടിയും, കൂട്ടത്തിൽ പാട്ടും, കൂട്ടത്തിൽ ആരാധനയും, കൂട്ടത്തിൽ ഒച്ചപ്പാടും ഉണ്ടാക്കുന്നവരല്ല പിശാചിന് നോട്ടം. ഇവിടെ വലിയ കയ്യടിയും ആരാധനയും ഒരുപക്ഷെ ഇല്ലെങ്കിലും, പ്രത്യക്ഷമായി പ്രഹസനങ്ങളില്ലെങ്കിലും, എല്ലാവരും കിടന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യമായതിനു ശേഷം വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ചെന്നിരുന്ന് ആമേൻ രാത്രിയിൽ ഉറക്കം ഒത്തിരി വന്നിട്ടും ഉറങ്ങാതെ നിറകണ്ണുകളോടുകൂടെ കരയുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയാ, ഉറങ്ങുന്നവരെക്കാൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പ്രതിസന്ധി വലുതായിരിക്കാം, എങ്കിലും അധൈര്യപ്പെട്ടു പോകരുത്. ഉറങ്ങുന്നവരിൽ ഇല്ലാത്തൊരു അഭിഷേകം, ഉറങ്ങുന്നവരിൽ ഇല്ലാത്തൊരു ദൈവകൃപ, ഉറങ്ങുന്നവരിൽ ഇല്ലാത്തൊരു ദൈവശക്തി, നിന്റെ അടുത്തിരുന്ന് ആരാധിക്കുന്നവരുടെ മേലില്ലാത്ത ഒരു ആത്മമണ്ഡലം നിന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. Jesus. ശബരവനരഗദൽ ഖമനഗടഗരഗസ്. ഹല്ലേലൂയ.
പറഞ്ഞുകൊണ്ട് നടക്കരുതേ എന്ന് പറഞ്ഞ് മനസ്സ് മടിച്ചു കളയരുതേ. അധികം കൃപ നിന്റെ മേലുള്ളത് കൊണ്ടാ, അധികം ദൈവശക്തി നിന്റെ മേലുള്ളത് കൊണ്ടാ, അധികം വെളിപ്പാട് നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്നത് കൊണ്ടാ, ദൈവം നിന്നെ ഒത്തിരി അറിയുന്നത് കൊണ്ടാ നിനക്കൊത്തിരി കല്ലേറ്. അത് സഹിച്ചുണ്ടായാലും ഈ മാർഗത്തിന് വേണ്ടി നിൽക്കുവാൻ, ഈ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, ഈ അഭിഷേകത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ പത്രോസുമാരെയും, എല്ലാ ശീലാസുമാരെയും, എല്ലാ പൗലോസുമാരെയും, ആമേൻ സ്തോത്രം, എല്ലാ യോഹന്നാനെയും വേണ്ട, അവരിൽ ചിലരെ. സ്തോത്രം. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരെയും പിശാചിന് വേണ്ട. ഈ സ്തോത്രം 4 പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ബാക്കി 3 കൂടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. എൻ്റെ വീട്ടിൽ അന്നും ഇന്നും ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നയാളെന്ന് പറയുന്നത് എൻ്റെ മമ്മിയാണ്. സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ മുൻപിലേക്ക് പോകട്ടെ. ദൈവകൃപയാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി എൻ്റെ മമ്മി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ ആമേൻ ചില വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം, ഞങ്ങൾ കാട്ടാക്കട AG ചർച്ചിൽ ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി, ആമേൻ, അന്ന് ഞങ്ങൾക്ക് വലിയ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ആമേൻ സ്തോത്രം. അന്ന് ബസ്സിലൊക്കെ കള്ളിക്കാടിനപ്പുറത്ത് വന്നിറങ്ങിയേച്ച് 2 കിലോമീറ്റർ രാത്രി 10 മണിക്ക് നടന്നാണ് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഞങ്ങൾ എത്താറ്. ആ കാലത്ത് ഞങ്ങൾ രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങി ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ തലയില്ലാത്തൊരു കറുത്ത കോഴി സ്തോത്രം ഞങ്ങളുടെ വീടിൻ്റെ, ആമേൻ സ്തോത്രം, ആ സ്റ്റെപ്പിൽ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ. ഞങ്ങൾക്ക് മനസ്സിൽ എന്തൊക്കെ ഇതിൻ്റെ പുറകിൽ ചില പ്രതിസന്ധികൾ കണ്ടേക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എൻ്റെ പപ്പ അതിനെടുത്ത് കളഞ്ഞു. ആമേൻ. അതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഞങ്ങൾക്കെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആമേൻ. അത് കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ കാട്ടാക്കട സെക്ഷൻ്റെ ഒരു WMC യോഗത്തിന് എൻ്റെ മമ്മി പ്രസംഗിക്കാൻ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് ശരീരം കുഴഞ്ഞ്, ആമേൻ സ്തോത്രം, ബലഹീനപ്പെട്ട് ആശുപത്രിയിൽ പോയി ഭവനത്തിലേക്ക് തിരിച്ചു മടങ്ങി വന്നു. അതിൻ്റെ അടുത്ത ദിവസം ബലം പ്രാപിച്ച് മറ്റൊരു മീറ്റിങ്ങിന് വെള്ളറടയിൽ പോയപ്പോൾ അവിടെ വെച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവേ ശാരീരികമായി പെട്ടെന്ന് ബലഹീനതയുണ്ടായി. എൻ്റെ മമ്മി സ്തോത്രം ആശുപത്രിയിൽ പോയി തിരിച്ചു മടങ്ങി വന്നു. ആഴ്ചകൾ പലത് പിന്നിട്ട് കഴിഞ്ഞു. ശുശ്രൂഷയ്ക്ക് പോകാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ എൻ്റെ മമ്മിയെ പിശാച് വല്ലാത്ത നിലകളിൽ വളരെ ശാരീരികമായി ബലപ്പെടുത്തി കേട്ടോ. പക്ഷെ എങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ആ പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങളൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് ക്രമീകരിച്ചു. 3 ദൈവദാസന്മാർ 3 ദിവസങ്ങളിലായി ആ ദിവസങ്ങൾ ഞങ്ങളുടെ നടുവിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വന്നു. അവർ ഓരോരുത്തരും ഒരേ ദൈവശബ്ദം ഞങ്ങളോട് വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗം ആ ബന്ധനത്തെ അഴിച്ചു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാ, പ്രാർത്ഥനയുടെ മുൻപിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. പ്രാർത്ഥനയുടെ മുൻപിൽ തകരാത്ത മന്ത്രവാദങ്ങളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ അഴിയാത്ത രോഗങ്ങളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ മാറിപ്പോകാത്ത പ്രതിസന്ധികളില്ല. വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ, വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. Oh Jesus, oh Jesus, oh Jesus. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ചേച്ചി സ്തോത്രം, അവർ നിലമ്പൂരിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആമേൻ സ്തോത്രം, എൻ്റെ അളിയനെ ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞല്ലോ ഇവിടെ വന്നൊരിക്കൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ്റ്റർ ഷാജി ശാമുവേൽ സ്തോത്രം. എൻ്റെ പപ്പയും മമ്മിയും ആമേൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആമേൻ. എൻ്റെ ഭാര്യയുടെ പിതാവ് തൊട്ടടുത്ത് പട്ടത്തിനടുത്ത് ചർച്ചക്കോട് സഭയിൽ ഈ സ്തോത്രം ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ ആമേൻ പാസ്റ്ററും സോണലിലെ പാസ്റ്ററൊക്കെയായി കർത്താവിൻ്റെ വേല അനുഷ്ഠിക്കുന്നു. ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് ഒരു കാര്യം രാത്രി ഞാൻ വിളിച്ചു പറയാ. ആമേൻ. ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയാ. അധികം പ്രതികൂലം കയറി വരുന്നെങ്കിൽ, അധികം പ്രതിസന്ധി കയറി വരുന്നെങ്കിൽ നീ നിൽക്കുന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം പദ്ധതി ഇട്ട് കഴിഞ്ഞു. അത് മനസ്സിലാക്കുന്നവർ, തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയട്ടെ. അപ്പൊ പിശാചിന്റെ ലക്ഷ്യമായിരുന്നത്
എൻ്റെ മമ്മിയെ ഒതുക്കുക എന്നുള്ളതാ. സ്തോത്രം. കാരണം ഞാൻ തല തിരിഞ്ഞു പോകാതിരിക്കാൻ, എൻ്റെ പെങ്ങൾക്കൊരു ദോഷം വരാതിരിക്കാൻ, എൻ്റെ പപ്പ വിശ്വാസം വിട്ടുപോകാതിരിക്കാൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ദിവസം ഒരു 3-4 മണിക്കൂറെങ്കിലും അന്യഭാഷയിലും പ്രാർത്ഥനയിലുമായി ഇരിക്കുന്നത് എൻ്റെ മമ്മിയാണ്. അതുകൊണ്ട് പിശാച് നോട്ടം വെച്ചത് അവരെ തന്നെ. എന്തിന്? പിശാചിനറിയാം ബാക്കി 3 കൂടെ ഒതുക്കണമെങ്കിൽ ആദ്യം ഈ പ്രാർത്ഥിക്കുന്നവളെ ഒതുക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ, എൻ്റെ പിന്നിൽ കരഞ്ഞ എൻ്റെ മമ്മിയുടെ കരച്ചിലാണ്. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, അപ്പന്മാരോട് ഞാൻ വിളിച്ചു പറയാ, യെരൂശലേം പുത്രിയേ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവി. ശബരവനരകല അർത്തുനാദനാരകൾ കവനകടകരകസ്യ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ പരുവത്തിലാക്കിയെടുത്തത് ഞാൻ പറയുന്നു എൻ്റെ മമ്മിയുടെ കണ്ണുനീരാണ്, അവരുടെ കരച്ചിലാണ്, അവരുടെ പ്രാർത്ഥനയാണ്. ആമേൻ. സ്തോത്രം. എൻ്റെ സഹോദരി കർത്താവിൻ്റെ വേലയിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഒരു സുവിശേഷകൻ്റെ കൂടെയായിരുന്ന് നല്ല ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പാസ്റ്ററിൻ്റെ ഭാര്യയായി, ഒരു കർത്തൃദാസിയായി അവൾ ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു അതെൻ്റെ മമ്മിയുടെ കണ്ണുനീരാണ്. എൻ്റെ പപ്പ ഇന്ന് ദിവസം 3-4 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. എൻ്റെ പിതാവ് അങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറിയെങ്കിൽ അതെൻ്റെ മമ്മിയുടെ നാളുകളായി അവൻ കരഞ്ഞ കരച്ചിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എല്ലാവരോടുമല്ല പോരാട്ടം, എല്ലാവരോടുമല്ല പിശാചിന് യുദ്ധം, എല്ലാവരോടുമല്ല അവന് വെല്ലുവിളി. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടുമല്ല അവന് വെല്ലുവിളി, പ്രാർത്ഥിക്കുന്നവരോടാണ്. പക്ഷെ പ്രതിസന്ധി കണ്ട് നീ വിട്ടുകൊടുക്കരുത്. പ്രതിസന്ധി കയറി വരുന്നോർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയം കൂട്ടുവാൻ ദൈവസഭയ്ക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാട്ടാക്കട സെക്ഷനിൽ തന്നെ അനാവോട് അസംബ്ലീസ് കോഡ് സഭ വളരെ പഴക്കം ചെന്നൊരു സഭയാണ്. ഒത്തിരി പഴക്കമുണ്ട് ആ സഭയ്ക്ക്. ആമേൻ. സ്തോത്രം. ഒരു ആമേൻ. സ്തോത്രം. മദാമയുടെ കാലത്തൊക്കെ മേടിച്ച സ്ഥലവും അവർ വെച്ച ബിൽഡിങ്ങും ഒക്കെയാണ് ഞാൻ പോകുന്ന കാലം വരെ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞങ്ങളുടെ ദക്ഷിണ മേഖലയുടെ ഒരു ആദ്യകാല സഭകളിലൊരു സഭയായിരുന്നു ആ സഭ. ആമേൻ. ഏറ്റവും ജൂനിയറായിട്ട് അന്ന് ആമേൻ. സ്തോത്രം. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷം ഞാൻ ആ സഭയിൽ ശുശ്രൂഷിച്ചു. ആമേൻ. അത്രയും ജൂനിയറായിട്ട് ആ കാലങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പ്രസ്പെക്ടർ അന്ന് എന്നോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വിട്ടു. സ്തോത്രം. അവിടെ ആലയം പണിയാനൊക്കെ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. സ്തോത്രം. മോനെ, നീ ഒരു കാര്യം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകനും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. ആ സ്നേഹത്തിൽ പുള്ളി പറഞ്ഞു, സൂക്ഷിച്ചു വേണം അവിടെ ആലയം പണിയാൻ. ഇപ്പം ഞാൻ ചോദിച്ചു, അതെന്താ പാസ്റ്ററെ? അതെ, അവിടെ ഇരുന്നൊരു പാസ്റ്റർ മാനസിക രോഗിയായിട്ടാണ് മടങ്ങിപ്പോയത്. അവിടെ ഇരുന്നൊരു പാസ്റ്റർ ആമേൻ. സ്തോത്രം. വളരെ ആമേൻ. സ്തോത്രം. രോഗിയായി ആമേൻ. സ്തോത്രം. മരിച്ചു എന്ന് വരെ ആമേൻ. സ്തോത്രം. ഡോക്ടർമാർ വിധി എഴുതിയ നിലയിൽ അത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ആമേൻ. അതിനു മുൻപിരുന്ന ചില പാസ്റ്റർമാരുടെ കാലഘട്ടങ്ങളിൽ 5-6 പ്രാവശ്യങ്ങൾ ആ സഭ ഭയങ്കരമായി സ്പ്ലിറ്റായി തകർന്നുപോയൊരു സഭയായിരുന്നു. അതുകൊണ്ട് മോനെ, നീ ഒരു കൊച്ചു പയ്യനാ, നീ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പക്ഷെ ഞാനതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അടിക്കടി ഉപവാസം വെക്കാൻ തുടങ്ങി, ദൈവസനെ കരയാൻ തുടങ്ങി, അപ്പനോട് ദൈവശബ്ദം ചോദിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. നാളുകൾ ചിലത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്ക് ആമേൻ. സ്തോത്രം. പഴയ സഭയെ നിലനിർത്തി, സഭാ ഹോൾ നിലനിർത്തി ഒരു പുതിയ ഹോള് അതിൻ്റെ 4 ചുറ്റും പണിയാൻ ഒരു ആരംഭമിടാൻ തുടങ്ങി. അങ്ങനെ പണി ചില ഘട്ടങ്ങൾ തുടങ്ങി. ചില ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എൻ്റെ 2 ഉള്ളം കൈയും എൻ്റെ 2 ഉള്ളം കാലും പഴുത്തു പൊട്ടി ജീർണിച്ച് ആമേൻ. സ്തോത്രം. നീരൊലിക്കാൻ തുടങ്ങി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും എൻ്റെ അടുത്ത് വന്നിരിക്കാനോ സ്തോത്രം സംസാരിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ നാറ്റ
മാറ്റം വയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. സ്തോത്രം. ചോറ് പോലും വാരിക്കഴിക്കാൻ കഴിയാത്ത നിലകളിൽ ഞാൻ മാറ്റപ്പെട്ടു. ആമേൻ. ചില ആഴ്ചകൾ എൻ്റെ ഭാര്യ എനിക്ക് സ്തോത്രം ചോറ് വാരിത്തരികയായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി, വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നുപോയി. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്, പക്ഷെ ഞാൻ കിടക്കുന്ന റൂമിനകത്ത് ആരും വരാറില്ല. വന്നാൽ സ്മെല്ല് കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഹാളിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങുന്ന ഒരവസ്ഥ. ഞാൻ ആ കട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എന്നെ ഒറ്റപ്പെടുത്തിയോ? പരിശുദ്ധാത്മാ പറഞ്ഞില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയാ, പ്രതിസന്ധി വരുമ്പോ വിട്ടിട്ടു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ചില ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3-4 ആഴ്ചകൾ കഴിഞ്ഞ അനന്തരം ഒരു ശനിയാഴ്ച രാത്രി ഞാനിങ്ങനെ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥന, ദൈവമേ അങ്ങ് എന്നിലൂടെ ആലയത്തിൻ്റെ പണി ആരംഭിച്ചു, അതിൻ്റെ പൂർത്തീകരണം കാണാൻ എനിക്ക് കഴിയണം. എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണം, എന്നെ ഒന്ന് ശക്തീകരിക്കണം. ശത്രുവിന് എന്നെ വിട്ടുകൊടുക്കരുത്. ഇത് പറഞ്ഞ് ഞാൻ അന്യഭാഷയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഞാൻ പെട്ടെന്ന് എങ്ങനെയൊന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൻ്റെ മധ്യത്തിൽ പിശാച് വന്ന് എന്നോട് വാദിക്കുകയാണ്. സ്തോത്രം. ഇനി നീ ആ സഭയുടെ പുൽപ്പിറ്റിൽ കയറാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ഈ ശബ്ദം തന്നെ ഒരു 3-4 വട്ടം സ്തോത്രം എൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഷോക്ക് പോലെ തോന്നിയെങ്കിലും സ്തോത്രം പെട്ടെന്ന് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ കിടന്നുകൊണ്ട് ആത്മാവിൽ അങ്ങോട്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ അല്പമായിട്ടൊരു മാറ്റം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ ഒരു കാലേ ജസ്റ്റ് ഒന്ന് ഊന്നാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കൈ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പിശാചിനോട് ഇങ്ങനെ പറഞ്ഞു, എടാ പിശാചേ, സ്തോത്രം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമെങ്കിൽ ഞാൻ നാളെ രാവിലെ സഭായോഗത്തിൽ പോയി പ്രസംഗിക്കും. സ്തോത്രം. ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. അതിരാവിലെ ഞാൻ ഒരു 5:30 ആയപ്പോൾ എൻ്റെ സഭയിലെ 2 ചെറുപ്പക്കാരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ കാറ് കൊണ്ടുവരണം, എന്നെ എടുത്തോണ്ടൊന്ന് പള്ളിയിൽ പോകണം. സ്തോത്രം. എനിക്ക് നാളെ സഭായോഗത്തിന് സംബന്ധിക്കണം. ഒരു വിധത്തിൽ അവരെന്നെ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിട്ടുണ്ട്. കേൾക്കണമോ? സ്തോത്രം. എന്നെ എടുത്തുകൊണ്ട് പോയി എന്നെ കസേരയെ കൊണ്ടിരുത്തി, ഒരു കസേരയുടെ മുമ്പിലിട്ട് എൻ്റെ കാല് 2 മതിലെടുത്തു വെച്ച് ആരാധനയിൽ ഞാൻ പങ്കെടുത്തു. പ്രസംഗത്തിൻ്റെ സമയമായപ്പോൾ ഒരാളിനെ ഞാൻ പ്രസംഗത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, സോറി, പിന്നീട് ഒരു അവസരം ഞാൻ തരാം. ഒരു കസേര എടുത്തിടാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ ഒരു കാലം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് എനിക്ക് ഊന്നാൻ പറ്റൂ. ഒരു കസേര എടുത്തിട്ട് ഒരു കാല് ആ കസേരയുടെ പുറത്ത് വെച്ച് 2 കൈ ഇങ്ങനെ കുത്തി പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് സ്തോത്രം ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു 40-50 മിനിറ്റിനകത്ത് സ്തോത്രം പ്രസംഗം നിർത്താൻ സമയമായി. ആരാധന സ്റ്റോപ്പ് ചെയ്യാൻ അത്രയ്ക്ക് സമയമുള്ളൂ. പക്ഷെ 1 മണിക്കൂറും 20 മിനിറ്റ് ആ ഒരൊറ്റ നിൽപ്പിൽ നിൽക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കരുത്തു പകർന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ, അന്ന് രാവിലെ മുതൽ സഭായോഗം കഴിഞ്ഞപ്പോ കഴിഞ്ഞ 3-4 ആഴ്ചകളായി മാറ്റമില്ലാതിരുന്ന എൻ്റെ കൈക്ക് ഉള്ളംകൈയും എൻ്റെ ഉള്ളംകാലിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, പ്രതിസന്ധിക്കകത്ത് നിന്നെ പുറത്തെടുക്കാൻ ഒരു ദൈവമുണ്ട്. ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ട് വിശ്വസിക്കുന്നവർ ഓ റബലവരബ ശംധലരഗദന റിബാന ഹസ്തൽ പ്രൗഢമന അക്ഷരാധരാധികൽക്കരാധന അടകരഗദന ശംധരാധര. എൻ്റെ പ്രിയരെ, പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവനെ അല്ല പിശാച് ദൃഷ്ടി വെക്കുന്നത്. പ്രതികൂലം മുൻപിലുണ്ടെങ്കിലും ആത്മാവിൽ കയറുന്നവനെ അവന് നോട്ടം. എങ്കിലും വിട്ടുകൊടുക്കരുത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അത് ലാഭമെന്നെണ്ണിക്കൊണ്ട് ആത്മാവിൽ പോരാടി അന്ത്യം വരെ ജീവിക്കാൻ ഇന്ന് രാത്രി നാം തയ്യാറായേ മതിയാവൂ. ഞാൻ ആ ഭാഗം അവിടെ വിട്ട് മുൻപിലേക്ക് പോവുകയാണ്. സ്തോത്രം.
നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നതെന്ത്? ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ അവനെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്തോത്രം. അവർക്ക് പറയാനുള്ളത്, ഒരുപാട് ശിംശന്മാരുണ്ടെങ്കിലും ഇവനെ ഒതുക്കിയാലേ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത്രയൊക്കെ ചെയ്യാൻ മടിയില്ലാതെ ഒറ്റയ്ക്ക് ധൈര്യം കാട്ടിയെങ്കിൽ ഇവൻ നാളുകളിൽ ഇതിൻ്റെ അപ്പുറം ഇവൻ ചെയ്യും. പിശാചിനറിയാം, പ്രാർത്ഥിക്കുന്നവൻ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, ആരാധിക്കുന്നവൻ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, വെളിപ്പാടുള്ളവൻ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ, ദർശനമുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ, പിശാചിനറിയാം ആ സഭയെ ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിശാച് ചെയ്യുന്നെന്നറിയോ? അല്പം പ്രാർത്ഥിക്കുന്ന, വെളിപ്പാടുള്ള, ദർശനമുള്ള, കാഴ്ചപ്പാടുള്ളതിനെ തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഒരുക്കും. വിട്ടുകൊടുക്കരുത്. അത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജയമെടുക്കണം. പുരത്തിങ്കൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? ശ്രദ്ധിക്കണേ. അപ്പോൾ യഹൂദയിൽ നിന്ന് എത്ര പേരാ? പെട്ടെന്ന് പറഞ്ഞ എത്ര പേരാ? 3000. നമുക്ക് നീർക്കോലി കണക്കിന് 3-4 സ്തോത്രം വ്യക്തികളെ നമുക്കെതിരായിട്ടുള്ളൂ, അല്ലേ? ശിംശോനെതിരെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എഴുന്നേറ്റ് എത്രയാ? അത്ര വല്ലതും നമുക്കെതിരായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഭൂമി കാണുകയില്ല, അറ്റാക്ക് തോന്നിയത്തിന്. ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ അവിടെ ഇരുന്നുകൊണ്ട് തലപൊക്കുമ്പം തന്നെ പാസ്റ്ററേന്ന് വിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചു കൊണ്ട് ചില വിശ്വാസികൾ വരുന്നത് കാണണം, അല്ലേ? സ്തോത്രം. ഒറ്റ സെക്കൻഡ് കൊണ്ട് നോക്കിയേ. നാം ഈ സ്തോത്രം ശിംശോനോടോ ഞങ്ങൾക്ക് പാമേൻ സ്തോത്രം പ്രതികരിക്കാനുള്ളത് എന്നവർ പറയുമ്പോൾ ഇത് കേട്ട മാത്രയിൽ യഹൂദയിൽ നിന്ന് 3000 പേർ. അങ്ങനെയെങ്കിൽ എൻ്റെ ഒറ്റ ചോദ്യം, സ്തോത്രം, എത്ര കായികാഭ്യാസം പഠിച്ചവനാണെങ്കിലും ഒരുത്തനെ ഒതുക്കാൻ ഇത്ര ആൾ വേണോ? ഞാൻ ചോദിക്കട്ടെ, 3000 പേരെയൊക്കെ ഒറ്റയ്ക്കടിക്കാൻ കപ്പാസിറ്റിയുള്ള ഏതെങ്കിലും കായികാഭ്യാസി ഇന്ന് ഉലകത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. സ്തോത്രം. ആമേൻ. നല്ല എത്ര തികഞ്ഞ അഭ്യാസിയാണെങ്കിലും സ്തോത്രം ഇത്രയും പേരൊന്നും അവനെ ഒതുക്കാൻ വേണ്ട. അങ്ങനെയെങ്കിൽ എൻ്റെ ചിന്ത ഇതാണ്, ശിംശോനെ, നിന്നെ ഒതുക്കാൻ നിൻ്റെ ഇടയിൽ നിന്ന് 3000 പേർ ഒറ്റയടിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നിന്നിലുള്ള അഭിഷേകം എന്തെന്ന് ഈ ജനം തിരിച്ചറിഞ്ഞില്ലേ? എത്ര പേർ ചേർന്ന് ആമേൻ പറയുന്നു? പ്രതിസന്ധിയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിന്റെ അകത്തുള്ള ദൈവകൃപയുടെ വർധനവും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. കൃപാവരങ്ങൾ ആമേൻ എത്രത്തോളം നമ്മുടെ മേൽ ആമേൻ എണ്ണം വർദ്ധിക്കുമോ അതിനനുസരിച്ച് പ്രതികൂലവും വർദ്ധിക്കും. ചില ആളുകൾ പറയും, എന്നും അവർക്ക് മാത്രം പ്രതികൂലം, എന്നും അവർക്ക് മാത്രം പ്രശ്നം. നമ്മളൊക്കെ ആ വള്ളി തന്നെയല്ലേ പോകുന്നത്. നമുക്കാർക്കും അത്രയും വലിയ പ്രശ്നങ്ങളില്ലോ. ഇല്ലാത്തതിന് കാരണം അവരെ പോലല്ല നീ. അവർ പ്രാർത്ഥിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നില്ല. അവരാരാധിക്കുന്നു, നീ ആരാധിക്കുന്നില്ല. അവർ ഉപവസിക്കുന്നു, നീ ഉപവസിക്കുന്നില്ല. അവർ കൃത്യമായി ദൈവത്തെ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നു, നീ നിൽക്കുന്നില്ല. ആമേൻ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിൽക്കുന്നവരാണോ പ്രതിസന്ധി ഉറപ്പാ. ശ്രദ്ധിച്ചേ, അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ. ഈ 3000 ആരായിരിക്കും? നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, സ്തോത്രം, എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കൂടെ ആ പറയുന്ന സമയത്ത് പറയുകയും കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനമൊക്കെ തന്ന് ധൈര്യമായിട്ടിരിക്കുന്നേ, കർത്താവ് കൂടെ ഉണ്ട്, നമ്മൾ കൂടെ ഉണ്ട്, നമ്മളെ കൈവിടുമോ എന്നൊക്കെ പറയുമ്പം നമുക്കെങ്ങുമില്ലാത്തൊരു ബലം ഇല്ലേ? സ്തോത്രം. കാര്യത്തിലൊന്നുമില്ലെങ്കിലും സംഗതി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ഉണ്ട്. ഈ സമയമാകുമ്പോൾ ഒന്ന് വിളിച്ചു പോകണം. സമയമാകുമ്പോൾ ഒന്ന് വിളിക്കണം. സോറി, ഇന്ന് സമയമുണ്ടോ? ഞാൻ ഇച്ചിരി പ്രതിസന്ധിയില്ല, 1 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതെ, ഇന്നെൻ്റെ ചേട്ടൻ ജോലിക്ക് പോയില്ല, വീട്ടിലുണ്ട്. 2-ാം ദിവസം വിളിക്കണം. സ്തോത്രം. ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? അതെ, ഇന്ന് സ്കൂളിൽ ലീവാ, പിള്ളേർ പോയില്ല, പിള്ളേർ വീട്ടിലുണ്ട്. സ്തോത്രം. 3-ാം ദിവസം വിളിക്കണം, 4-ാം ദിവസം വിളിക്കണം. ഓരോ ദിവസവും നീ പല ആഴ്ചകളായി വിളിച്ചാലും സ്തോത്രം, ഈ കെട്ടിപ്പിടിച്ചവരും പ്രാർത്ഥനയ്ക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരും കൈത്താങ്ങൾ തരാമെന്ന് പറഞ്ഞവരും ആരും നിൻ്റെ കൂടെ കാണത്തില്ല കേട്ടോ. കൂട്ടിനായാരും കൂടില്ലെങ്കിലും ഇന്ന് രാത്രി നീ ഭയപ്പെടണ്ട. ഏത് പ്രതിസന്ധിയുടെ
നടുവിലും നിന്നെ കൈവിട്ടു പോകാത്ത, കൈവിട്ട് കളയാത്ത, ആമേൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ആരില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ അധൈര്യപ്പെടണ്ട. ഇന്ന് രാത്രി പറയണോ, എന്റെ കൂടെ ദൈവമുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? കൂടെ ഇരുന്ന് ആരാധിച്ചവർ എതിരായാലും, കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ എതിരായാലും, കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചവർ എതിരായാലും, ആമേൻ, എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞവരല്ല വാക്കുമാറിപ്പോയാലും എന്നെ കൈവിടാത്ത, എന്നെ സ്തോത്രം കൈവിട്ട് കളയാത്ത, എന്നെ വിട്ട് മാറിപ്പോകാത്ത ഒരു നല്ല യേശു എനിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർ ഇതിനകത്തുണ്ട്? അപ്പോൾ 3000 പേർ. എൻ്റെ ഭാവന ഇങ്ങനെ പറയാം. സ്തോത്രം. അടുത്തിരുന്ന് കൈയടിച്ചവർ, അടുത്തിരുന്ന് പാട്ടുപാടിയവർ, അടുത്തിരുന്ന് കർത്തൃമേശ എടുത്തവർ, സ്തോത്രം, അവരെല്ലാം സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിംശോന് എതിരായി അവർ എഴുന്നേറ്റു. അല്ലേ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെയും നമ്മൾ വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരൊറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. അവൻ കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ കൈവിടത്തില്ല, അവൻ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞാൽ തള്ളിക്കളയത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കില്ല. അവൻ മറന്നു കളയുന്നവനല്ലെന്ന് പറഞ്ഞാൽ ഒരു നാളും അവൻ നമ്മെ മറക്കുന്നവനല്ല. ആ 3000 പേർ ഏദോൻ പാറയുടെ ഗഹോരത്തിങ്കൽ ചെന്ന് ഒളിച്ചു പാർക്കുന്ന ശിംശോന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഫെലിസ്ത്യർ വന്ന് നമ്മെ വാഴുന്നത് നീ അറിയുന്നില്ലേ? വായിച്ച ആ ഭാഗം തൊട്ട്. ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ആമേൻ പറഞ്ഞേ. ഇന്നലെ വരെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ, നീ പേടിക്കണ്ട ഞങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സ്വന്തം ജനം ഇപ്പൊ പറയുക, നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി ഫെലിസ്ത്യന്റെ കയ്യിൽ ഏൽപ്പിക്കത്തെ. വേറെ ഒന്നും ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യത്തില്ല, കൊല്ലത്തില്ല. സ്തോത്രം. ചിലർ ആമേൻ കൊല്ലത്തില്ല, പക്ഷെ ഞങ്ങൾ ഒറ്റ കൊടുക്കത്തേ ഉള്ളൂ. ഹലോ, ഒറ്റാത്തവർ ഇതിനകത്തുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഒരുത്തനെ കൂടെ കൂട്ടുപിടിച്ചാൽ തല പോകേണ്ടി വന്നാലും ഞാൻ പറയുന്നു, നീ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ കൂട്ടുകാരനെ ഒറ്റരുത്, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഒറ്റരുത്. സ്തോത്രം. കൂടെ ഇരുന്ന് ആരാധിക്കുന്നവനെ ഒറ്റരുത്. ഒറ്റുന്ന ഡ്യൂട്ടി നമുക്കുള്ളതല്ല, അത് പിശാചിൻ്റെ ജോലിയാ. എത്ര പേർ ആമേൻ പറയും? സ്തോത്രം. ആമേൻ. അവൾ പറയുകയാണ്, നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി നിന്നെ ഏൽപ്പിക്കുകയെ. ഈ വർത്തമാനം ആദ്യം പറഞ്ഞതാരാ? നിങ്ങൾ എൻ്റെ കൂടെ വന്നേ. ഈ വർത്തമാനം ആദ്യം പറഞ്ഞതാരാ? ഫെലിസ്ത്യരല്ലേ? ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നതെന്ന് യഹൂദിയർ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം, ഞങ്ങളോട് ചെയ്തതുപോലെ അവനോട് ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടാൻ. ഇപ്പോ ശിംശോൻ ഇരിക്കുന്നിടത്ത് അവനെ പുതിയ കയറുമായി പിടിച്ചു കെട്ടാൻ വന്നവരാരാ? അന്യജനോ സ്വന്തം ജനോ? സ്വന്ത ജനം. സ്തോത്രം. സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും. അപ്പം സ്വന്തം ജനമെല്ലാം കൈവിടും, ബന്ധുക്കളെല്ലാം മാറും. അപ്പോഴും മാറാത്ത ഒരുവൻ നിന്റെ നടുവിലുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശ്യൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. തീയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ നീ വെന്തുപോകയില്ല. നദിയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ അവ നിന്റെ മീതെ കവിയത്തില്ല. ഞാൻ നിന്റെ രക്ഷകൻ. Yes, 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 yes. Urabalaba shamtaradara.
അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? ആമേൻ, സ്തോത്രം. അവൻ അവരോടൊരു കാര്യം പറഞ്ഞു. ഞാൻ ചില ഭാഗങ്ങൾ പറഞ്ഞു വിടാം. നിങ്ങൾ എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്ന ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എടാ ശിംശോനെ, നിന്നെ പിടിച്ചു കെട്ടാൻ വന്നിരിക്കുന്നു, ആമേൻ, നിന്നെ പിടിച്ചു കെട്ടി ഫെലിസ്ത്യന്റെ കയ്യിൽ കൊടുക്കാൻ വന്നിരിക്കുന്നു എന്ന് സ്വന്തം ജനത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ലേ? ഉണ്ട്. അതുണ്ടായിട്ടും ഇവര് കൊല്ലത്തില്ല എങ്കിൽ, സ്തോത്രം, നീ അവിടം വരെ ചെന്ന് പെട്ടുപോയാൽ അടുത്ത നിന്റെ അവസ്ഥ എന്തെന്ന് നിനക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. എന്നിട്ടും ഇവര് നിന്നെ കൊല്ലത്തില്ലെങ്കിൽ ഇവരെ കൂടെ നീ പോകാമെന്ന് പറയാൻ ഈ ചങ്കൂറ്റം എങ്ങനെ തോന്നി? സ്തോത്രം. നമ്മളാണെങ്കിൽ അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് ഒരു 10 പേരെ ഫോൺ ചെയ്തനെ, ഒന്ന് വരുമോ, ഒന്ന് ഇടപെടാവോ, ഒന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാമോ? ആമേൻ, സ്തോത്രം. ഇന്ന സർക്കിളിനെ വിളിക്കുവോ, ഇന്ന പോലീസുകാരനെ ഒന്ന് വിളിക്കുവോ, ഇന്ന SI ഒന്ന് വിളിക്കുവോ, ഇന്ന അഡ്വക്കറ്റുമായിട്ടൊന്ന് ബന്ധപ്പെടുവോ? ശിംശോന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എൻ്റെ വേല തീർന്നിട്ടില്ല, ഇനിയും എനിക്കൊരു ശുശ്രൂഷ അവൻ ബാക്കിയുണ്ട്. അവൻ ദൈവം എന്നെ ആക്കി വെച്ച സ്ഥാനത്ത് ഇനിയും ചിലത് കൂടെ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്. എൻ്റെ ശുശ്രൂഷ തീരാത്തിടത്തോളം കാലം എന്നെ ഒന്നും ചെയ്യാൻ ഒരു ഫെലിസ്ത്യ സൈന്യത്തിന്, ഒരു സ്വന്തം ജനത്തിന് കഴിയത്തില്ല എന്ന ഒരു ബോധ്യം. സ്തോത്രം. 2, താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന തൻ്റെ ബോധ്യം. 3, തൻ്റെ കൈ താൻ ദൈവം പിടിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പ്രതിസന്ധികൾ എത്ര കയറി വരുമ്പോഴും, വെല്ലുവിളികൾ എത്ര കയറി വരുമ്പോഴും, ശത്രു നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് ആമേൻ പാളയമടിച്ചു നിൽക്കുമ്പോഴും നീ വിളിച്ചു പറയണോ, യഹോവന്റെ ജീവന്റെ ബലം ഞാൻ ആരെ ഭയപ്പെടണം. ഓ റീമലബരബ ശംധലരഗദന അക്ഷരാധുരാമന ഹസ്തൽ പ്രൗഢമന ഹടകരക ശംധുരാദന ഹസ്തൽ പ്രൗഢമന ഘടകരകശ്യ അർത്ഥനം ജഗം ചരാദന അർത്ഥൽ പ്രൗഢമന. ഇന്ന് രാത്രി ചില ഉള്ളങ്ങളുടെ അകത്തു നിന്ന് ചില ഭയത്തിൻ്റെ ആത്മാവ് ഈ രാത്രി പുറത്താകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേ കുടുംബത്തിനകത്തുള്ള തലമുറകൾ നിമിത്തമുള്ള ചില വിഷയങ്ങൾ നിമിത്തം ഭയപ്പെട്ട് ജീവിക്കുന്ന ചിലര് ഇതിനകത്തുണ്ടെന്ന് ആത്മാവ് അറിയുന്നു. പ്രാർത്ഥിക്കുന്നെങ്കിലും ആരാധിക്കുന്നെങ്കിലും ചില വിഷയങ്ങളെ ഭയത്തോടെ നോക്കിക്കാണുന്നവർ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ആ ഭയപ്പാടിനെ എടുത്തുകളോ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. രാജ വൈഡമാന ഹസ്ത രാജ അക്ഷാരഗത ധീരക്കെട്ടി വേദലരംധം അർത്ഥലരക്ഷം ചൂടലരക്ഷൽ പ്രൗഢാരഗതം അടകൽ കമനം ജീവലരക്ഷം അന്തനരക്ഷ ധീകനരക്ഷ വൈഡാരഗത അസ്തുനരക്ഷ റീബന്ധാന ചൂടാരക്ഷം വൈഡാരഗതം അർത്ഥുനരക്ഷല രത്തുനരാതല രംധലരക്ഷണ വൈഡവരം അർത്ഥനരക്ഷേ ധീകലരക്ഷ. ആ ഭയപ്പാട് മാറട്ടെ, ഭയപ്പാട് മാറട്ടെ, ആ ഭയപ്പാട് മാറട്ടെ, ആ ഭയപ്പാട് മാറട്ടെ, ആ ഭയപ്പാട് മാറട്ടെ. ചില വിഷയങ്ങളുടെ മേലുള്ള ഭയം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില ഹൃദയങ്ങൾക്കകത്ത് നിന്ന് ആമേ ചില വിഷയത്തിന്മേലുള്ള ഭയപ്പാടുകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്ന രാത്രിയാണ്. അവർ അവനെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടും 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. എന്നിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി ഫെലിസ്ത്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചെന്ന് നിർത്തി. അവിടെ വചനത്തിൽ വായിക്കുന്നു, ഇത് കണ്ടിട്ട് ശത്രുക്കൾ അവനെ കണ്ട് കൈകൊട്ടി. സ്തോത്രം. നിന്റെ കുടുംബം ഉയരാതിരിക്കുന്നത് കണ്ടിട്ട്, നന്മ പ്രാപിക്കാതിരിക്കുന്നത് കണ്ടിട്ട്, നീ പ്രതീക്ഷിച്ചതുപോലെ നിന്റെ തലമുറയ്ക്ക് ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കുന്നത് കണ്ടിട്ട്, സ്തോത്രം ആമേൻ, നിന്റെ ജീവിതത്തിൻ്റെ ചില പരിവരുപ്പൻ അവസ്ഥകളെ കണ്ടിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ശത്രു കൈകൊട്ടി അട്ടഹസിച്ച് ആമേൻ ആഹ്ലാദിച്ച് നിൽക്കുന്ന രാത്രിയെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ശത്രുവിൻ്റെ
വായ അടപ്പിച്ചുകൊണ്ട് ആത്മാവ് ചില വിടുതലുകൾ, ആത്മാവ് ചില അത്ഭുതങ്ങൾ, ആത്മാവ് ചില ദൈവ പ്രവർത്തികൾ, ഇതുവരെ നിന്റെ കുടുംബം സാക്ഷ്യം വഹിക്കാത്ത ചില വിടുതലിന്റെ സാക്ഷ്യത്തിന് സ്വർഗം നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ചില അത്ഭുതങ്ങൾ. അങ്ങനെ എല്ലാവരും അട്ടഹസിച്ച് ആമേൻ നിൽക്കുന്നു. ശിംശോൻ ഒറ്റപ്പെട്ടവനായി. അപ്പുറം ഇപ്പുറം ഒക്കെ ബന്ധുക്കൾ നിൽപ്പുണ്ട്, പക്ഷേ കൂടെ നിൽക്കേണ്ടവരും ശത്രുക്കളായി. നമ്മുടെ ശത്രുക്കൾ പുറത്തുള്ളവരല്ല, നമ്മുടെ ശത്രുക്കൾ അകത്തുള്ളവരാ. ഒരു സഭ വളരുന്നത് കണ്ടാൽ ആ സഭ ആദ്യം കുറ്റം പറയുന്നത് പുറത്തുള്ളവരല്ല, നമ്മുടെ അകത്തുള്ളവരാ. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ നമുക്കെതിരെ പ്രതികൂലം അഴിച്ചു വിട്ടാലും പ്രാർത്ഥിക്കുന്നവൻ അനുകൂലമായി വെളിപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ശിംശോൻ അങ്ങനെ കെട്ടപ്പെട്ടവനായി, ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ ബന്ധിക്കപ്പെട്ടവനായി ആശങ്കയോടുകൂടെ നോക്കിക്കാണുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആമേൻ. ഒന്നുകൂടെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇങ്ങനെയാണ് ആ വാക്യം. ആമേൻ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഒരു ആത്മാവിൻ്റെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ബന്ധനം അഴിയാൻ പോകുന്നത് നിന്റെ കൈയടിയിലല്ല, ബന്ധനം അഴിയാൻ പോകുന്നത് ആമേൻ സ്തോത്രം നിന്റെ ആരാധനയിൽ മാത്രമല്ല. ഇന്ന് രാത്രി കെട്ടു പൊട്ടാൻ പോകുന്നത് ആത്മശക്തിയുടെ വ്യാപാരത്താലാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന അതേ ദൈവശക്തി നിന്റെ കൂടാരത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അത് വെളിപ്പെട്ടു വരുമ്പോൾ വർഷങ്ങളായി അഴിയാതെ കിടക്കുന്ന ബന്ധനങ്ങൾ, മാറാത്ത രോഗങ്ങൾ, മാറാത്ത ശാപങ്ങൾ, മാറാത്ത പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് വഴിമാറാൻ വകയാ. ഓ റബലബ ശംധരവന അർത്ഥമന രഗദരഗ ശംധന അസ്തൽ പ്രൗഢമന അടഗരഗദല ശംധരാദര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ കൊടിയ കാറ്റ് ഇതിനകത്ത് വീശട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ശമാനരഗക്ഷസ്യാധരാധന. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. എവിടെയാണോ നീ തകർന്നു പോകും എന്ന് ദൈവാത്മാവ് കാണുന്നുവോ, അവിടെ വെച്ച് നീ തകർന്നു പോകാതിരിക്കാൻ തൻ്റെ ആത്മാവിനെ അയച്ച് നിന്നെ വിടുവിക്കുന്നൊരു സ്വർഗം. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സ്തോത്രം. നാളെ എങ്ങനെ, അതിൻ്റെ അടുത്ത ദിവസം എങ്ങനെ കർത്താവെ ഞാൻ മുൻപിലേക്ക് പോകും? ആമേൻ സ്തോത്രം. മുൻപിൽ നോക്കിയാൽ ചെങ്കടൽ, പുറകിലോട്ട് നോക്കിയാൽ ഫറവോന്റെ സൈന്യം, വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയാൽ വലിയ മലകൾ, കൂട്ടിനകത്തടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ എൻ്റെ ജീവിതം ഒതുക്കപ്പെട്ടല്ലോ ദൈവമേ. എനിക്ക് മുൻപിലോട്ടിനി പോകാനൊരു വഴിയില്ല, എല്ലാ വഴിയും വാതിലുകളും അടഞ്ഞല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേ എന്ന് വാവിട്ട് വിളിക്കുന്നവരാരെങ്കിലും ഈ പ്രാർത്ഥനയുടെ നടുവിലുണ്ടെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയുന്നു, അതിന്റെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് സ്വർഗം തുറന്നു വിടാൻ വകയാ. Praise the Lord. അണപൊട്ടി വെള്ളം ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നദി ഒന്ന് ഒഴുകട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, കെട്ടു നിർത്തിയിരിക്കുന്ന വെള്ളം പെട്ടെന്ന് ഒരുമിച്ച് തുറന്നു വിട്ടാൽ
കിടക്കുന്നതിനെയും വന്നതിനെയും നിന്നതിനെയും ആമേൻ മുൻപിൽ കാണുന്നതിനെയും കൂടെ ആ ഒഴുക്കെടുത്തോണ്ട് പോകുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയുടെ മേൽ ഒഴുകാൻ തുടങ്ങുമ്പോൾ ശരീരങ്ങളെ പിശാച് ബന്ധിച്ചത്, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയെ ബന്ധിച്ചത്, ആമേൻ നിങ്ങളുടെ കുടുംബജീവിതത്തെ ബന്ധിച്ച ബന്ധനങ്ങളെ, നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനാൽ അത് അഴിയപ്പെടാൻ പോകുന്ന രാത്രിയാ. ഇന്ന് രാത്രി അതിനകത്ത് എനിക്കൊരു വിടുതലുണ്ട്. ഞാനൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി കാണും. ഒരത്ഭുതം കാണാതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങത്തില്ല. ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നോക്കിയേ, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആ ആത്മാവ് അടുത്ത സെക്കൻഡിൽ അവൻ്റെ മേൽ അത് തീയായി വെളിപ്പെട്ടു. അത് തീയായി വെളിപ്പെട്ടു. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞതുപോലെ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ ബാറടിപ്പ് ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചെങ്കിൽ അവൻ ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് അവൻ നിങ്ങളെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും. എത്ര പേർ ചേർന്ന് ആമേൻ പറയും? ഇന്ന് രാത്രി ഒരാത്മാവിൻ്റെ ചൂട് എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് പറയാൻ എത്ര പേർ ഇതിനകത്തുണ്ട്? എനിക്കൊരു ആത്മശക്തി ഇന്ന് രാത്രി എനിക്ക് ഏറ്റെടുക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. വിളിച്ചു പറ, അപ്പച്ചാ, ഈ രാത്രി പ്രാർത്ഥിച്ചു നിർത്തുന്നതിന് മുൻപ് അവിടുത്തെ ആത്മമണ്ഡലം എൻ്റെ മേലൊന്ന് തുറന്നു വിടണേ. സ്തോത്രം. ആത്മശക്തി നമ്മുടെ മേൽ വന്നാലുണ്ടല്ലോ, എത്ര വലിയ ബന്ധനം നമ്മുടെ മേലുണ്ടെങ്കിലും അത് അഴിയുക തന്നെ ചെയ്യും. ആത്മശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ആളല്ലാതെ നാം മാറ്റപ്പെടും, മറ്റൊരു മനുഷ്യനായി നമ്മൾ മാറ്റപ്പെടും. ഞാൻ അതിലോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. നോക്കിയേ, സ്തോത്രം, അത് തീയായി വെളിപ്പെട്ടു. ആമേൻ. എന്താ സംഭവിച്ചത്? ആമേൻ ശിംശോനെ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ് അത് ചണൽ നൂൽ പോലെയായി. ഇനി ഈ കയറ് കൊണ്ട് വേറെ ഒരുത്തനെയും ബന്ധിക്കാൻ പറ്റാത്ത നിലയിൽ ആ കയറിനെ ദൈവം ചാരമാക്കിയെന്ന്. ഹല്ലേലൂയ. എത്ര ഉപവാസ പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ നടന്നു, എത്ര ഉപവാസ പ്രാർത്ഥന നമ്മുടെ ആലയത്തിൽ നടന്നു. പക്ഷെ ഇന്നും കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ ദൂത് പറയുന്നു, ബന്ധനങ്ങൾ മുറുകുന്ന രാത്രിയല്ല, ബന്ധനങ്ങളുടെ കെട്ട് പൊട്ടുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ഓ റബലബ ശംധര റിബൽ പ്രൗഢമന അർത്ഥന അക്ഷരാധര, യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ജീസസ്. ലോകം കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്, പിശാച് ബന്ധിച്ചത്, അവന്റെ കൈമേൽ നിന്ന് അത് അഴിഞ്ഞുപോയി. അതഴിഞ്ഞുപോയി. അവൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് ജയം തന്നതിനായി സ്തോത്രം. പെട്ടെന്ന് ദൈവം ലേഖയിൽ ഒരു കുഴിപ്പിള്ളരുമാറാക്കി. അവൻ അതിൽ നിന്ന് കുടിച്ചു, അവൻ ചൈതന്യം പ്രാപിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവിടെയും ക്ഷീണിച്ചു പോകാൻ ദൈവം അവനെ അനുവദിച്ചില്ല കേട്ടോ. സ്തോത്രം. അതിനിടയിൽ അവൻ കൊന്നിരണ്ടെന്നൊക്കെ പറഞ്ഞ് ശത്രുവിനെ സംഹരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ആ ഫെലിസ്ത്യർ കാണെ ഇസ്രായേലിന് വേണ്ടി 20 സംവത്സരം പിന്നെയും ന്യായപാലനം ചെയ്യാൻ ദൈവം ശിംശോനെ അധികാരപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ സ്തോത്രം ഒരു ഗോതമ്പ് മണിയെ പാറ്റിക്കളയുന്നത് പോലെ പാറ്റിക്കളയാൻ ശത്രു പദ്ധതിയിട്ട സ്ഥാനത്ത് നിന്നെ വേരോടുകൂടെ അടിസ്ഥാനപരമായി നിന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു ആത്മമണ്ഡലം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ സ്വർഗം ഇറക്കി വിടുന്ന രാത്രിയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു.
പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെ വിടുവിക്കണമേ. ചൂരാബാല ശംധരാധന, ബന്ധനങ്ങൾക്കകത്ത് നിന്നൊരു വിടുതൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉറാബാല ശംധരധരബന. കർത്താവേ, ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. ഇന്ന് രാത്രി ഈ കുടുംബങ്ങൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു, ഈ സഭയ്ക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു, ഇവിടുത്തെ അഭിഷക്തന്മാർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ മുൻപിലേക്ക് വിടാതെ റബലബ ശംധരാധന ഹസ്തൽ പ്രൗഢമന ഘടകരഹസ്യ പല കുടുംബങ്ങളെ മുന്നോട്ട് വിടാതെ ആമേൻ ശത്രു ബന്ധിച്ചു വച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൻ്റെ ശക്തിയാൽ ആ കെട്ടുകൾ അഴിഞ്ഞു മാറാൻ അധികാരത്തോടെ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ പൊട്ടട്ടെ. റബലബ ശംധരധരമന ഹസ്തൽ പ്രൗഢമന ഋഗക്ഷരാധുനാമന റബൽഖനാദന ഹസ്തൽ പ്രൗഢമന. രാത്രിയിൽ ഉറക്കത്തിൽ വന്ന് സ്വപ്നത്തിലൂടെ ചിലതിനെ ഭയപ്പെടുത്തുന്ന ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത് ചിലരുടെ മുൻപിൽ നിന്ന് അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുകയാണ്. അതഴിയട്ടെ, അതഴിയട്ടെ. ആത്മാവിൽ ജനം ആരാധിച്ച് ഈ രാത്രി വിടുതൽ ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചില രോഗങ്ങൾ, ചില ശാപങ്ങൾ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയോ. നമുക്ക് കണ്ണുകളടയ്ക്കാം. കേൾപ്പിച്ച ദൈവജനത്തിന് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിൽ എല്ലാ കർത്താവും നമ്മൾ വളരെ വ്യക്തമായി ശക്തമായി നമ്മളോട് ഓരോ വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാമെന്നോ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവർക്ക് പ്രതികൂലമുണ്ട് എന്ന് കേൾക്കുവാനിടയായല്ലോ. ഫെലിസ്ത്യർ തന്നോട് പകരം ചോദിക്കാൻ ശിംശോനെതിരെ വന്നു. അതുപോലെ തന്നെ ഹേരോദാവ് ദൈവസഭയിലെ ചിലരെ പീഡിപ്പിക്കുവാൻ കൈ നീട്ടിയെന്ന് കേട്ടു. എന്നാൽ ഫെലിസ്ത്യർ തന്നെ ചുറ്റി വളഞ്ഞെങ്കിലും തൻ്റെ സ്വന്തം ജാതിയിലുള്ള 3000 പേർ തനിക്കെതിരെ കടന്നു വന്നെങ്കിലും തന്നെ ദൈവം കൈവിട്ടില്ല. ദൈവമക്കളെ, അത് നമുക്ക് ആഴമായി വിശ്വസിക്കാം. നാം ഏത് പ്രയാസത്തിലൂടെ കടന്നുപോയാലും, ഏത് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയാലും നമ്മെ പരിപാലിക്കുന്ന നമ്മോട് കൂടെയുള്ള ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. തനിക്ക് തൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് തൻ്റെ മേൽ വന്നു. തന്നെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അതെല്ലാം കരിഞ്ഞുപോയി. അത് തന്നെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി. തന്നെ കിട്ടിയിരുന്ന കയർ ചണനൂൽ പോലെ കരിഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദേവദാസൻ പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിച്ചതുപോലെ, നമ്മുടെ മുന്നേ ഉള്ള പ്രതികൂലങ്ങളെല്ലാം നേരിടാൻ ആവശ്യമായ ഒരു ദൈവശക്തിക്കായി നാം എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നാൽ തന്നെ നാശം കാണുവാൻ കടന്നു വന്ന ആ ഫെലിസ്ത്യരുടെ മുന്നിൽ തന്നെ 20 വർഷം ന്യായപാലനം ചെയ്യുവാൻ ശിംശോനെ ദൈവം നിലനിർത്തി എന്നാണ് കേൾക്കുന്നത്. നമുക്ക് ആ ദൈവത്തെ, ആ കർത്താവിൻ്റെ വിശ്വസ്തതയെ നമുക്ക് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഇന്നും ക്ഷണം സ്വീകരിച്ച് ഈ ദൈവസഭയിൽ കടന്നു വന്ന് പകലും രാത്രിയും ആധികാരികമായി ദൈവജനത്തിൽ നിന്ന് സംസാരിച്ച, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ദൈവജനത്തിൽ നിന്ന് സംസാരിച്ച പ്രിയ രജീഷ് പാസ്റ്റർ അവർക്ക് ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസന്റെ കുടുംബത്തെ, ശുശ്രൂഷകളെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ മടക്കയാത്രയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തുടർന്നുള്ള സെഷൻസിനെല്ലാം ദൈവ സാന്നിധ്യം അധികമായി അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം എത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫെർഡിനൻഡ് തോമസ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം MA വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ,
മനോഹര സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യാണ്. വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രികാലം കർത്താവെ സഭയായി കടന്നു വന്ന അവിടുത്തെ തിരുസന്നിധിയിൽ വാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുവാൻ അവിടുത്തെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വാസപ്രാർത്ഥന ഹല്ലേലൂയ സഭയ്ക്ക് വിഷയങ്ങൾക്ക് വലിയ വിടുതലാക്കി ദൈവം അടന്ന് മാറ്റിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, ഹല്ലേലൂയ ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ഹല്ലേലൂയ ഇന്ന് ശുശ്രൂഷയുടെ മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ നഴിച്ചു മാറ്റിയതിനായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ ശത്രു വെച്ച കെട്ടുകൾ ഹല്ലേലൂയ തീയുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ചണനൂല് പോലെ അഴിഞ്ഞു മാറിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം എല്ലാ ബന്ധനങ്ങളെയും അവിടെ നഴിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ സ്വതന്ത്രമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ സ്തോത്രം. വചനത്തോട് മത്സരിക്കുവാനല്ല, വചനം കേട്ടനുസരിച്ച് മുന്നോട്ട് ചുവടുകൾ വയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മത്സരം വിചാരദോഷം പോലെ ആയിരിക്കുമ്പോൾ സ്തോത്രം അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ കർത്താവ് വലിയ തീരുമാനങ്ങളോടെ സ്തോത്രം അവിടുന്ന് ബന്ധനം അഴിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ തുടർന്ന് അവിടുത്തെ വചനമനുസരിച്ച് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. വിവിധ വിഷയങ്ങളോടെ ഭാരത്തോടെ കടന്നു വന്ന ജനം സന്തോഷത്തോടെ കടന്നു പോകുവാൻ ദൈവം ഇടാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സൃഷ്ടിച്ച കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ദാസൻ്റെ മടക്കയാത്രയിലും കൂടെ ഇത് സഹായിക്കണമേ കർത്താവേ സ്തോത്രം. അവിടെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷാൽ യാത്രയിലായിരിക്കുന്ന തോമസ് കുട്ടി പാസ്റ്ററിനെയും ജിയോ പാസ്റ്ററെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്ര സുഖകരമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മേരി സാറിൻ്റെയും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനി ജോസഫിൻ്റെയും കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ രാജീവ് സാറും കുടുംബത്തെ എല്ലാം ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അവിടുത്തെ സൃഷ്ടിയിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാനോട് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ടുപിടിക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും ദൈവമേ അവിടുത്തെ വചനമാധികാരമായി ശുശ്രൂഷിച്ച ഞങ്ങളുടെ വലിയൊരു ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ 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 ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സമാധാനത്തോടെ തിരിഞ്ഞു പോകാം. നാളെ രാവിലെ 11 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. സ്നാനപ്പെടുവാനുള്ള പ്രിയപ്പെട്ടവർ നേരത്തെ അതറിയിക്കണം.